ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد. يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടുകൂടി അമലുകളെ ചിട്ടപ്പെടുത്തി മുന്നോട്ടേക്ക് നീങ്ങണേ എന്ന് ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മിക്കുകയാണ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ആരോഗ്യവും പരിപൂർണമായ ഈമാനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, വളരെ വലിയ ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഒരു മാസം മുന്നേ നമ്മളൊക്കെ ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞു, വല്ലാത്തൊരവസ്ഥയാണ്. ഇനിയും മഴ കിട്ടിയില്ലെങ്കിൽ എന്താകും അവസ്ഥ എന്ന് നമ്മൾ പരിഗണിച്ചിരുന്ന ഒരു സമയമുണ്ടായി. ഇത് മഴയുടെ സമയമാണ്, ഇത് മഴയുടെ കാലമാണ്. ഈ കാലത്ത് നേരെ തിരിച്ച ആളുകൾ പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. നമ്മുടെ ഭാവി, നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമ്മുടെ ഭരണകൂടം കുട്ടികൾക്ക് അവധി കൊടുക്കാൻ തുടങ്ങി. മഴ കാണുമ്പോഴേക്കും അവധിയാണ്, മഴ കാണുമ്പോഴേക്കും വെള്ളപ്പൊക്കമാണ്, മഴ കാണുമ്പോഴേക്കും മനസ്സിന്റെ ഉള്ളിൽ ബേജാറാണ്. ഒരുപാട് വീടുകൾ തകരുന്നു. നമുക്കറിയാം, 2 ആഴ്ച മുന്നേയുള്ള ഒരു വ്യാഴാഴ്ച നമ്മുടെ ജില്ലയിൽ, വയനാട്ടിലേക്കൊന്നും പോകണ്ട, നമ്മുടെ ജില്ലയിൽ ഉച്ചക്ക് 12:30 മണിക്ക് ഒരു ഉരുൾപൊട്ടലുണ്ടായി. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പേടിച്ചോടുകയാണ്, കുട്ടികൾ വാവിട്ട് കരയുകയായിരുന്നു. ആ കരച്ചിലിൽ അധ്യാപകന്മാർക്ക്, അവിടെയുള്ള ഉത്തരവാദപ്പെട്ടവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ രീതിയായിരുന്നു. അന്നാണ് പല സ്കൂളുകളിലും ഉച്ചക്ക് തന്നെ
കലക്ടർ അവധി പ്രഖ്യാപിക്കുകയാണ്. എന്തിന് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം, നമ്മുടെ മക്കളുടെ ഭാവി എന്നാണ്. നമ്മുടെ ഭരണകൂടവും കാണുന്നത് നമ്മുടെ സുരക്ഷിതവും മക്കളുടെ സുരക്ഷിതവുമാണ്. കാരണം മക്കൾ എന്നുള്ളത് ഭാവിയുടെ വാഗ്ദാനമാണ്. ഈ രൂപത്തിൽ നമ്മുടെ ഭരണകൂടം പോലും പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരു ചിന്തയുണ്ട്, ഒരുപാട് ഉടപാടുകളുണ്ട്. പല കാരണങ്ങളും പറയാറ്. മഴ പെയ്ത് ഇന്ന കാരണമാണ്, ഞാറ്റുവേലയാണ്, ഇന്ന ന്യൂനമർദ്ദമാണ് എന്നിങ്ങനെ ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞാലും വിശ്വാസിയായ എനിക്കും നിങ്ങൾക്കും പറയുവാനുള്ള ഒരു മറുപടി മുതിർന്ന വിഭവമില്ല എന്നുള്ളതാണ്. മുതിർന്ന നമുക്ക് മഴ പെയ്യുന്നതിന്റെ കാരണം വിഭവമില്ല, അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അള്ളാഹുവിന്റെ ഫضലാണ്. ഈ ഒരു തിരിച്ചറിവ് ഏതൊരു നിമിഷവും നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ്. മുതിർന്ന വിഭവമില്ല എന്നുള്ളതാണ്. അള്ളാഹു നിഅമത്താണ് ഈ മഴ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വെള്ളപ്പാച്ചിലാണ്, കുത്തൊഴുക്കാണ്. ഒരു 10 മിനിറ്റ് നേരം തുടർച്ചയായ മഴ പെയ്തപ്പോ ആ മഴയിൽ തന്നെ റോഡുകൾ മുങ്ങുന്നു, തോടുകൾ മുങ്ങുന്നു, പുഴകൾ മുങ്ങുന്നു. അങ്ങനെ നമ്മുടെ വീടുകൾ മുഴുവൻ ആകെ ഭയാനകമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അങ്ങനെ നിറഞ്ഞൊഴുകുന്ന പുഴകളിലൂടെ, തോടുകളിലൂടെ, വഴിയോരങ്ങളിലൂടെ, കടലിലൂടെ ഒഴുകുമ്പോൾ ആ വെള്ളമൊക്കെ മേഘത്തെ കീഴ്മുറിച്ചുകൊണ്ടിരുന്ന വെള്ളമാണ്. ശാസ്ത്രം എന്ത് ന്യായീകരണം പറഞ്ഞാലും ഘനീഭവിച്ചുകൊണ്ട് താഴെ കുത്തൊഴുക്കുന്നു എന്ന് പറയുന്ന മഴ ഞാൻ നിങ്ങൾ ആലോചിക്കുന്ന രണ്ടാമത്തെ ഗുണമാണ്. ഈ മഴ ഒന്നിച്ച് പെയ്തിരുന്നെങ്കിൽ ഞാൻ നിങ്ങളും ഈ 12:50 ഈ പള്ളിയിലിരിക്കുമോ എന്നൊരു ചോദ്യമാണ്. തുള്ളി തുള്ളിയായിട്ട് ഖുർആൻ പ്രയോഗിച്ചൊരു പ്രയോഗമാണ്. തുള്ളി തുള്ളിയായിട്ടുള്ള മഴ, ആ പേതോടുന്ന മഴ പോലും ആകാശലോകത്തെ കീഴ്മുറിച്ചുകൊണ്ട് താഴേക്ക് വരുന്നത് തുള്ളി തുള്ളിയായിട്ടായിരുന്നു എന്നാണ്. പഴയ കാലങ്ങളിൽ നമ്മൾ ആലിപ്പഴങ്ങൾ പ്രയോഗം കിട്ടിയിരുന്നു, അല്ലെ? മഞ്ഞുതുള്ളികൾ പെയ്യുക എന്നൊരു പ്രയോഗം കിട്ടിയിരുന്നു. അങ്ങനെ മഞ്ഞുതുള്ളികളായി കട്ടകളായി ഈ മഴകൾ പെയ്തിരുന്നെങ്കിൽ സഹോദരന്മാരെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ശക്തമായ കാറ്റിൽ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റാറില്ല. നമ്മൾ വളരെ വേഗത്തിൽ വാഹനം എവിടെയെങ്കിലും സൈഡാക്കി വെക്കുകയാണ് ചെയ്യുക. ഈ മഴയുടെ ആ ശക്തി നമുക്ക് തടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്ന ആയത്തിൽ തഫ്സീറുകളിൽ വന്ന ഒരു ശാസ്ത്ര വിശദീകരണമുണ്ട്. ഈ ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ കനമുള്ള വസ്തു ഏതാണ് എന്നാണ്. നമുക്ക് പല ഉത്തരങ്ങളുമാണ് പറയാനുണ്ടാവുക. എന്നാൽ ലോകം ഇന്ന് അംഗീകരിച്ച ഒരു ഉത്തരം, ലോകത്ത് ഏറ്റവും ശക്തിയുള്ള സാധനം വെള്ളത്തുള്ളിയാണ് എന്നാണ്. ഒരു ബക്കറ്റ് വെള്ളം ഒരു 3-ാം നിലയിൽ നിന്നും താഴെ നിൽക്കുന്ന ഒരു മനുഷ്യ തലയിലേക്ക് ഒഴിച്ചു നോക്കിയാൽ ആ മനുഷ്യന് അപകടം പറ്റുമെന്നുള്ളതാണ് കണ്ടുപിടുത്തങ്ങൾ. എന്തോ ആയിക്കോട്ടെ. ഏതായാലും ഈ മഴ തുള്ളി തുള്ളിയായി പൊയ്യുക എന്നുള്ളത് രണ്ടാമത്തെ അനുഗ്രഹമാണ്. മൂന്നാമതായി ഈ മേഘങ്ങൾ കീറിമുറിച്ചു വരുന്ന ഈ മഴ പല വർണ്ണങ്ങളും പല രുചികളും പല നിറങ്ങളും ഒക്കെയായി നമ്മൾ കാണുന്നു. പക്ഷെ ഖുർആൻ പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്. ഈ വെള്ളം, കിണറിലെ വെള്ളം, തോട്ടിലെ വെള്ളം, പുഴയിലെ വെള്ളം, കടലിലെ വെള്ളം, കായലിലെ വെള്ളം, വഴിയോരങ്ങളിലെ വെള്ളം എല്ലാം വ്യത്യസ്ത നിറവും വൈവിധ്യവുമാണ് വെള്ളം. പക്ഷേ നാം കുടിക്കുന്ന കിണറിലെ വെള്ളം എങ്ങനെയാണ്? അതേ വെള്ളം തന്നെയാണ് പുഴയിലേക്ക് എത്തുമ്പോൾ അതിന് രുചിമാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതേ വെള്ളം തോട്ടിലേക്ക് എത്തുമ്പോൾ അത് മറ്റൊരു രുചിയിലാണ് നമുക്ക് കാണുവാനും അനുഭവിക്കുവാനും സാധിക്കുക. ഇത് ഖുർആൻ പഠിപ്പിച്ച മൂന്നാമത്തെ ഗുണപാഠമാണ്. മഴ വരുമ്പോൾ നാം വേർതിരിക്കേണ്ട ഗുണപാഠമാണ്. ഇവിടെയാണ് സൂറത്ത് ആൽ ഇംറാനിൽ നമുക്കറിയാവുന്ന ഒരു ആയത്തുണ്ടല്ലോ, അതിന് ചെറിയൊരു ഭാഗം അല്ലാഹുവേ നീ ഇതൊന്നും സൃഷ്ടിച്ചത് ബാത്തില് വെറുതെ അല്ല എന്നുള്ളതാണ്. വെറുതെ അല്ല എന്ന ഈ പടപ്പുകളും എന്നാണ്. കൃത്യമായി അന്യോന്യമാണ് ഈ സൃഷ്ടിപ്പ്. ഉരുൾപൊട്ടലും മഴവെള്ളപ്പാച്ചിലും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഓരോ സൃഷ്ടിപ്പിലും കൃത്യമായ സൂക്ഷ്മമായ അല്ലാഹു ഇടപെടലുണ്ട് എന്നാണ്. എനിക്ക് പോരായ്മയുണ്ടാകും, എന്റെ പുതുമയിൽ പോരായ്മയുണ്ടാകും, നിങ്ങൾക്ക് പോരായ്മയുണ്ടാകും, നിങ്ങളുടെ നോട്ടത്തിൽ പോരായ്മയുണ്ടാകും. അതുകൊണ്ടാണല്ലോ പരിപാടിയിൽ നടക്കുമ്പോ അവിടെ ജഡ്ജ്മെന്റ് ഉണ്ടാകും, അല്ലെ? കുട്ടികളുടെ കലോത്സവങ്ങളിൽ അവിടെ വിധികർത്താക്കളായി 3 പേരെ ഇരുത്തും. എന്തിനാ 3 വിധികർത്താക്കൾ? എന്തിനാ 3 ഒരാൾ പോയ 3 പേർക്കും 3 വീക്ഷണമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വ്യത്യാസങ്ങളും വൈവിധ്യങ്ങളും ഉണ്ടാകുമ്പോൾ 3 പേരും കണ്ടെത്തിയ ആ തീരുമാനങ്ങളിൽ ഒരു ഏകീകരണം കണ്ടെത്താനാണ്
പരിപാടികളിൽ കുട്ടികളുടെ വേലേഷങ്ങളിൽ മൂന്നാളുകൾ പൊതുവെ തീരുമാനിക്കാറുള്ളത്. കാരണം മനുഷ്യൻ എന്നുള്ളത് പോരായ്മയുള്ളവരാണ്. എന്ത് തറവാടിത്തമുണ്ടായാലും, എന്തുമാത്രം ബുദ്ധിമുട്ട് എന്ന് അവകാശപ്പെട്ടാലും, എത്രമാത്രം ചിന്താശക്തി നേടിയെന്ന് പറഞ്ഞാലും, എത്രമാത്രം ഇവിടെയുള്ള പുരോഗതികളും കണ്ടെത്തലുകളും എത്രമാത്രം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും, എനിക്ക് വല്ല സമ്പത്തുണ്ട്, എനിക്ക് വല്ല സ്വാധീനമുണ്ട്, എനിക്ക് തറവാടിത്തമുണ്ട്, എനിക്ക് പണമുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട് എന്ത് പറഞ്ഞാലും സൂറത്ത് മറിയമിലായത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലാഹുവിനോടെത്താൻ ഈ ഭൂമിലോകത്ത് ഒരാൾക്കും സാധ്യമല്ല. അത് അപ്രാപ്യമാണ്, അത് കഴിയാത്തൊരു സംഗതിയാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കാൻ. പെർഫെക്ഷൻ എന്നുള്ളത് മനുഷ്യൻ ഇല്ലാത്തൊരു സംഗതിയാണ്. പൂർണ്ണത എന്നുള്ളത് അല്ലാഹുവിന് മാത്രമുള്ള സംഗതിയാണ്. അത് മനുഷ്യനുണ്ടാവില്ല. ആളെ പെർഫെക്റ്റ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഭംഗിവാക്കായി പറയാം. പക്ഷെ 100% പെർഫെക്റ്റ് എന്ന് പറയാൻ മനുഷ്യന് സാധ്യമല്ല. അവൻ മാത്രം അതുല്യമായവൻ എന്ന് നാം ഉൾപ്പെടേണ്ട. നാലാമതായി ഇതൊക്കെ ഓർക്കുമ്പോ നാം ഒന്നുകൂടി അറിയാതെ പറയേണ്ടതാണ് അള്ളാഹുവിന്റെ ഔദാര്യമാണ് എനിക്ക് കിട്ടിയ ഈ മഴ എന്ന് പറയേണ്ടതുണ്ട്. നമുക്കറിയാലോ ആയിഷാ ബീവിയുടെ ചരിത്രം. ആയിഷാ ബീവി ഒരിക്കൽ സ്കൂളിൽ ചോദിക്കണ്ട, അല്ല നബിയെ നിങ്ങളുടെ മുഖത്തൊക്കെ വാട്ട കാണുന്നുണ്ടല്ലോ, നിങ്ങളുടെ നെറ്റി വിയർക്കുന്നുണ്ടല്ലോ, നിങ്ങളത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, നിങ്ങൾക്കെന്താ ഒരു വേദാണ്, നിങ്ങൾക്കെന്താ ഒരു വെപ്രാളം, മഴയെ പെയ്യുന്നുള്ളൂ, കാറ്റേ ഉള്ളൂ എന്ന് പറയുമ്പോ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പ്രതികരണമുണ്ട്. മുൻകാല സമൂഹത്തെ നശിപ്പിച്ചത് ഇത്തരം മഴവുണ്ടായിരുന്നു. മുൻകാല സമൂഹത്തെ അവ നശിപ്പിച്ചത് കച്ചവടക്കൊണ്ടായി. ചരിത്രം അറിയേണ്ടതില്ല. നൂഹ് നബിയുടെ, ഹൂദ് നബിയുടെ, ലൂത്ത് നബിയുടെ, സാലിഹ് നബിയുടെ കാലഘട്ടം നാം ഓർത്തു നോക്കുക. സഹോദരന്മാരെ, റസൂലിന്റെ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ് അവിടെ. ആയിഷാ ബീവിക്ക് പഠിപ്പിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ വഖൈറ മാ ഫീഹാ വഅഊദു ബിക മിൻ ശർരിഹാ വശർര മാ ഫീഹാ. അല്ലാഹുവേ, ഇന്നി അസ്അലുക ഖൈറ, ഞാൻ ഖൈറിനെ ചോദിക്കുകയാണ്. എന്താണ് ഖൈർ? ഈ കാറ്റിൽ വഖൈറ മാ ഫീഹാ, എന്തൊക്കെ നന്മ ഈ കാറ്റിലുണ്ടോ? കാറ്റിൽ നന്മകളുണ്ട്. പരാഗം നടക്കുന്നത് കാറ്റിലൂടെയാണ്. ഒരുപാട് ഗുണങ്ങൾ കാറ്റുകൊണ്ടുണ്ട്. എന്തൊക്കെ ഗുണങ്ങളുണ്ടോ? എനിക്കറിയാത്ത ഗുണങ്ങളുണ്ടാവാം, എനിക്കറിയുന്ന ഗുണങ്ങളുണ്ടാവാം. എല്ലാം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. എനിക്ക് തരണം, ഞാനത് ആവശ്യക്കാരനാണ്. ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, നിന്നോട് കാവൽ തേടുകയാണ്. ആ കാറ്റിൽ തിന്മയുണ്ടാകാം. എന്താ തിന്മ? ഉരുൾപൊട്ടലുണ്ടാകാം, വെള്ളപ്പൊക്കമുണ്ടാകാം. കാറ്റിനെ, മഴയെ നിയന്ത്രിക്കുന്ന കാറ്റുകളാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രം പുരോഗമിച്ചിട്ടില്ലാത്ത കാലം, 1400 കൊല്ലങ്ങൾക്ക് മുന്നേ മഴമേഘങ്ങളെ അല്ലാഹു ചലിപ്പിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ 9-ാമത്തെ ആയത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കേണ്ടതാണ്. അതിൽ കാണാം ഖുർആൻ പ്രയോഗിച്ച പ്രയോഗമാണ്. മേഘങ്ങളായ പുല്ല് കാറ്റുകളാണ്. ആ കാറ്റുകളായ എന്ന് പറയും. അപ്പോ ആ രൂപത്തിൽ എന്ത് ന്യായമെന്ന് പറഞ്ഞാലും കാറ്റുണ്ട്, മഴയുണ്ട്, മേഘമുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും അല്ലാഹുവേ ഈ കാറ്റിൽ എന്തൊക്കെ തിന്മയുണ്ട് എനിക്കറിയില്ല. ആ തിന്മകളിൽ നിന്ന് എല്ലാം ഞാനിതാ നിങ്ങളുടെ അഭയം തേടുകയാണ്. എല്ലാ തിന്മയിലും അല്ലാഹുവേ ഞാനൊരു അഭയം തേടുകയാണ്. നമ്മുടെ മക്കൾക്ക് ഈ പ്രാർത്ഥന അറിയില്ലായിരിക്കാം, ചിലപ്പോ അറിയാമായിരിക്കാം. പക്ഷെ ഞാൻ നിങ്ങളും ആലോചിക്കേണ്ടത്, നാം കാറ്റ് വരുമ്പോ പുറത്തേക്ക് നോക്കും, ആ മഴ പൊട്ടിയോ? അല്ല നമ്മുടെ ആ ഇന്ന പറമ്പിന് മഴ പൊട്ടിപ്പോകുമോ? ഇന്നയാൾ വീട് തകർന്നു പോകുമോ എന്ന് ആലോചിക്കാറുണ്ട്. കൂടുതൽ സഹോദരി, ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിന്റെ അന്തരാളത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾ ഈ മറുപടി എന്ന് പറയാം. എന്ത് അവകാശം നമുക്കുള്ളത്? അല്ലാഹു മഴ പെയ്യുമ്പോ, കറ്റടിക്കുമ്പോ കുട്ടികൾ പറയും നാം അവധി കിട്ടിയെന്നാണ്, സന്തോഷിക്കാം. പക്ഷേ അവിടെ വലിയൊരു തിരിച്ചൽ നമ്മുടെ ഹൃദയാന്തരാളത്തിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ വഖൈറ മാ ഫീഹാ വഅഊദു ബിക മിൻ ശർരിഹാ വശർര മാ ഫീഹാ. നമ്മുടെ വീട്ടിൽ അത് എഴുതി വെക്കണം, നമ്മുടെ മെസ്സേജുകളിൽ പോകണം, നമ്മുടെ ചാറ്റിങ്ങളിൽ പോകണം. പഠിക്കാത്തവർ പഠിക്കണം, നിർബന്ധമായി പഠിക്കണം.
അത് അറബിയിൽ തന്നെ പ്രാർത്ഥിക്കണം. കാരണം അറബിയുടെ ആ ഒരു അർത്ഥമുണ്ടല്ലോ, അത് മലയാളത്തിൽ പറഞ്ഞിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. അറബി പഠിക്കണം, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നാലാമതായി നമ്മൾ ആലോചിക്കേണ്ടത്, മലയോര പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ അവരുടെ ആ പ്രയാസങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. നാളെ എനിക്കും വരാം, എന്റെ വീട്, എന്റെ നാട് സുരക്ഷിതമാണ്, സുഭദ്രമാണ് എന്ന് നമ്മളാരും കരുതേണ്ട ആവശ്യമില്ല. കാറൂർ വിചാരിച്ച് അങ്ങനെയായിരുന്നു. ഒരുപാട് ഖജനാവുകളുള്ള ആ ഖജനാവുകളുടെ താക്കോൽ ഏറ്റെടുക്കാൻ വേണ്ടി പണിക്കാരെ ഏൽപ്പിച്ചിരുന്ന കാറൂർ, ആ കാറൂരിനെ അന്നത്തെ വിശ്വാസികൾ പറഞ്ഞത് എന്താ? മൂസ, ആ കാറൂരിനെ കണ്ടോ, ആ കാറൂരിനെ പോലെ ഞങ്ങൾക്കും സമ്പത്തുണ്ടാകുന്നില്ല എന്നവർ ആഗ്രഹിച്ചു പോയിരുന്നു എന്നാണ്. പക്ഷേ ആ കാറൂൻ ഒരു നാൾ ഭൂമിക്കടിയിലേക്ക് ആണ്ടാണ്ട് പോകുമ്പോ ആ കാറൂനെ നോക്കിക്കൊണ്ട് അന്നത്തെ വിശ്വാസികൾ പറഞ്ഞു, മുസ, ആ കാറൂനെ പോലെ ഞങ്ങൾ ആവാതിരുന്നത് എത്ര നന്നായി പോയി എന്നാണ്. അല്ലാഹു രക്ഷിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ആറാമതായി നമ്മൾ ഓർക്കേണ്ടത് നൂഹ് നബിയുടെ മകന്റെ അഹങ്കാരം നോക്കുണ്ടോ എന്നാണ്. എന്താ നൂഹ് നബിയുടെ മകന്റെ അഹങ്കാരം? വെള്ളപ്പൊക്കം ഉണ്ടായി, എത്ര പറയുന്നില്ലല്ലോ. വെള്ളപ്പൊക്കം ഉണ്ടാകാൻ നേരത്ത് നൂഹ് നബി ഒരു പിതാവിന് മകനോടുണ്ടാകുന്ന വാത്സല്യമുണ്ടാവല്ലോ, അത് ഉണ്ടാവണമല്ലോ. ആ മകനോട് പറഞ്ഞു, മോനെ, മോനാണല്ലോ എന്റെ കപ്പലിൽ കയറിക്കൊണ്ടാണ്, ഇപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടാവും, ഉറപ്പാണ് വെള്ളപ്പൊക്കം ഉണ്ടാവും, നീ മുങ്ങും, രക്ഷപ്പെടുന്നെങ്കിൽ കയറിക്കും എന്ന് പറയാൻ ഓ പറഞ്ഞൊരു മറുപടി മുപ്പ കണ്ടോ, പാറ ഉണ്ടോ, ആ പാറയിൽ ഞാൻ കയറിക്കും, ആ പാറയിൽ ഞാൻ കയറിയിരുന്നാൽ അത്രത്തോളം അതിനേക്കാൾ നിങ്ങളെ വെള്ളം കയറൂല, അത്ര പോലും വെള്ളം കയറൂല, കപ്പലൊക്കെ പോയിക്കോ, ഞാൻ ഉപ്പയുടെ കപ്പലിലേക്കില്ല, നിങ്ങളെ കപ്പലിൽ ഞാനില്ല ഉപ്പ, എനിക്ക് കാണുന്ന പാറകളിൽ കയറിക്കാൻ കഴിയുമ്പ എന്ന് ആർത്തോളം പറഞ്ഞ മകൻ. ആരോഗ്യമുള്ളത് കുട്ടിയാണ്, ശൈശവമാണ്, ആ പ്രായമുണ്ട്, രക്ഷക്കുടിപ്പുണ്ട്. അപ്പൊ ആറ്റത്തോടെ മകൻ പറഞ്ഞു, ഉപ്പ, ഞാൻ ആ പാറകളിൽ ആ മലകളിൽ കയറി നിൽക്കും ഉപ്പ, ഇങ്ങനെ കപ്പലൊന്നും എനിക്ക് വേണ്ടോ എന്ന് പറഞ്ഞ മകൻ എന്ത് സംഭവിച്ചു? ചരിത്രം പറയേണ്ട ആവശ്യമില്ല. ഈ അഹങ്കാരം എനിക്കുണ്ടോ എന്നൊക്കെ അറിയണം. ഈ മഴ വരുമ്പോ എനിക്ക് പിടിക്കാൻ കൊഴയുണ്ട്, എനിക്ക് പിടിക്കാൻ കോട്ടമുസ്ഥാനങ്ങളുണ്ട്, എനിക്ക് കോട്ടമുസ്ഥാനങ്ങളുണ്ട്, എന്റെ രംഗഹർമ്മങ്ങളായി നിൽക്കുന്ന വീടാണ് എന്റേത്, എനിക്ക് നല്ല വാഹനമുണ്ട്, എനിക്കൊന്നും സംഭവിക്കുമല്ലോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ എന്റെ വീട്ടിലും വരാം. അറിയിക്കട്ടു, എവിടെയും വരാം. ആറാമതായി നമ്മൾ ആലോചിക്കേണ്ടത് പ്രാർത്ഥനയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, ആ പ്രാർത്ഥനകൾ എന്താ നുഷൂർ എന്ന് പറഞ്ഞാൽ? എന്താ നുഷൂർ എന്ന് പറഞ്ഞാൽ? സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തിൽ നമുക്ക് കാണാം അല്ലേ? നേരത്തെ ഓടിവെച്ച ആയത്താണ്. അല്ലാഹ് പറയാൻ, അങ്ങനെ കാറ്റുകളെ, മേഘങ്ങളെ അയക്കുന്നു, അങ്ങനെ ചെടികൾ മുളക്കുന്നു, ചെടികൾ വളരുന്നു, അങ്ങനെ ചെടികൾ വിവിധ വർണ്ണങ്ങളായി, നിറങ്ങളായി പൂക്കൾ ഉണ്ടാകുന്നു. എന്നിട്ട് അല്ലാഹ് പറയുന്ന അവസാനം അപ്രകാരമാണ് ഉയർച്ചെഴുന്നേൽക്കുന്നത്. എന്താ നിലപാട്? നമ്മള് തൊട്ടടുത്ത് വയലിൽ പോയാൽ കഴിഞ്ഞ ഏപ്രിൽ മാസം ഫുട്ബോൾ കളിച്ച ഗ്രൗണ്ടാണ് അല്ലെ, ഒരൊറ്റ വരവുണ്ടായി. അങ്ങനെ കളിച്ചോ എന്ന് ഒരു അപരിചിതൻ വന്നാൽ ഇതൊക്കെ ഞങ്ങള് മാർച്ച് ഏപ്രിൽ കളിക്കുന്ന സ്ഥലമാണ് എന്ന് പറയുമ്പോൾ അവർ അത്ഭുതത്തോടെ നോക്കും അല്ലേ. ഒരു മഴവുണ്ടായി, മൈത്യത്തായ നിർജീവമായ ഭൂമിയെ നാം ജീവിപ്പിച്ചു. അതുപോലെയാണ് ഉയർത്തെഴുക്കുന്നത്. ഇപ്പൊ നിങ്ങളെന്നെ നോക്കുകയാണ്, ഞാൻ നിങ്ങളെയും നോക്കുകയാണ്. നിങ്ങൾ ഇരിക്കുന്നു, ഞാൻ നിൽക്കുന്നു. ഈ മിമ്പർ നടക്കുമ്പോഴേക്ക് ഞാനോ, പള്ളിയിൽ പുറത്തിറക്കുമ്പോഴേക്ക് നിങ്ങളോ മരിക്കൂല എന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ റമദാനിൽ രണ്ടാമത്തെ നോമ്പിൽ രാവിലെ 4:45 വാനത്തിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത് 23 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ്, ചെറുപ്പക്കാരനാണ്. എന്തിനാ പോകുന്നറിയോ? മെഡിക്കൽ എടുക്കാൻ. വളരെ പ്രതീക്ഷയുമായി പോകുന്നു. ആരെങ്കിലും വിചാരിച്ചോ? അല്ലേ? തൊട്ട് മുന്നത്തെ റമദാനിൽ തൊട്ട് നമ്മുടെ ചീരപ്പാടി സുജൂതിപ്പോയി, ഒരാളെ എഴുന്നേൽക്കുന്നില്ല. എപ്പോ സുജൂതിപ്പോയപ്പോ മഴയെ കുറിച്ച് അല്ല പറഞ്ഞ ഇതുപോലെയാണ് ഉയർത്തെഴുന്നത്. ഇത് നമ്മൾ വാക്യമായി പറയാൻ أأنتم أنزلتموه من المزن أم نحن المنزلون
നിങ്ങൾ വെള്ളത്തിലേക്ക് നോക്കുന്നില്ലേ? മേഘങ്ങളെ കീറിക്കൊണ്ടുവരുന്ന വെള്ളം അത്ഭുതമല്ലേ സഹോദരന്മാരെ? ഒരു 60 വയസ്സായ ഒരു മനുഷ്യൻ, 55 വയസ്സായ മനുഷ്യൻ, ഓരോരുത്തരും അവരുടെ പ്രായം ചാലിച്ചു നോക്കുക. ഇത്രയും കാലം കുടിച്ച വെള്ളം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇത്ര ലിറ്റർ വെള്ളം കുടിക്കുന്നവരുണ്ടല്ലോ, അത് പ്രകാരം നമ്മൾ കുടിച്ചിട്ടുണ്ടാവുമല്ലോ. എങ്കിൽ നമ്മൾ ആലോചിച്ചു, ഒരു 55 വയസ്സായ ആലോചിക്കുക, എന്റെ 55 കൊല്ലം ഞാൻ ജീവിച്ചത് വെള്ളം കുടിച്ചിട്ടാണല്ലോ. ബാക്കിയൊക്കെ ഒഴിവാക്കി പറയാം, ചെറുപ്പത്തിൽ എനിക്കൊരു വസ്ത്രം ഉണ്ടായുള്ളൂ എന്നൊക്കെ പറയാം. പക്ഷെ വെള്ളം കുടിച്ചിട്ടില്ലാതായിരിക്കും പറയാൻ കഴിയില്ല അല്ലെ? ആ വെള്ളം ഈ 55 വയസ്സ് വരെ ജീവിച്ച മനുഷ്യൻ 55 കൊല്ലം വെള്ളം കുടിച്ചു. എത്ര വെള്ളം കുടിച്ചിട്ടുണ്ടാവും? 1 ലിറ്റർ വെച്ച് ഇറക്കൂട്ടിയാൽ 1 ലിറ്റർ വെച്ച് ഇറക്കൂട്ടിയാൽ എത്ര വെള്ളം കുടിച്ചിട്ടുണ്ടാവും? 1 ലിറ്റർ വെള്ളം കുടിക്കാറുള്ളത് ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം അല്ലേ? സാധാരണ വെള്ളം. അങ്ങനെ നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായ വെള്ളം. ആലോചിക്കട്ടെ, ആ നമ്മൾ പറഞ്ഞു എന്റെ പ്രായം ഞാൻ കുടിച്ച വെള്ളം ഈ ആയതൊന്ന് ബാക്കിയൊന്നും അറിയിക്കണ്ട, അത് ശാസ്ത്രം പഠിക്കണ്ട. ഒന്ന് ആലോചിക്കട്ടെ. അങ്ങനെ ആണെങ്കിൽ അള്ളാഹ് എന്നിട്ട് നിങ്ങളെന്താ മനുഷ്യന്മാരെ നന്ദി കാണിക്കാത്തത്? എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ പൂച്ച അല്ലെ, പൂച്ചന് അറിയാത്തവരല്ലേ? പൂച്ചക്ക് നമ്മൾ എന്ത് ഭക്ഷണം കൊടുക്കുക? നമ്മൾ കഴിച്ചതിന്റെ ബാക്കിയാ കൊടുക്കുക അല്ലെ? ഞാൻ കഴിച്ച മുള്ളിന്റെ ബാക്കി, മീനിന്റെ ബാക്കി, മത്സ്യത്തിന്റെ ബാക്കി അല്ലെ, മാംസത്തിന്റെ ബാക്കിയാ കൊടുക്കുക. ആ വഹിച്ച് നിന്ന പൂച്ചയും നമ്മളെ കാണുന്നതെയും വരക്കും അല്ലെ, ഒന്ന് വാലാട്ടും നന്ദിയാണ്. എന്നാൽ അന്ന മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞാൽ ഇതേപോലെ മൃഗത്തെ കുറിച്ച് പറഞ്ഞു. والعاديات ضبحا والموريات قدحا فالمغيرات صبحا فأثرن به نبحا فوسطن به جمعا إن الإنسان لربه لكنود. എന്നെ കുറിച്ചാണ്, നിങ്ങളെ കുറിച്ചാണ്, നമ്മുടെ ഓരോരുത്തരെയും കുറിച്ചാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ നമ്മള് അതിനപ്പുറം മലയാളം നിമ്പെന്ന് പറയാറില്ല. കണ്ണുകൊണ്ടുള്ള നന്ദി കണ്ടോ നമ്മൾ പരിഭാഷപ്പെട്ട് കൂടാ പരിഭാഷ. സത്യത്തില് അത് ഡിക്ഷണറി നോക്കണം. കനത നമ്മൾ പേരുണ്ടെന്നാണ് കാണിക്കാതെ ശരിയായ മലയാളം. കനത എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലോ ആള് അത്ര പരമാണെന്നൊക്കെ പ്രയോഗത്തിലെ മലയാളത്തിൽ അതിനേക്കാൾ മോശം കനത എന്ന് അറബി പറയാം. പക്ഷേ ഖുർആൻ തഫ്സീർ അത്ര എഴുതാൻ പറ്റുള്ളൂ. കനത നമ്മൾ നന്ദികൾ കാണിച്ചുമല്ല, അതിന് ഏറ്റവും മൂർത്തിഭാവത്തിലാണ് കനത എന്ന് പറയാം. ഖുർആൻ ഒന്നുകൂടി ലാഭം കൊടുത്തു. തീർച്ചയായും അവൻ നന്ദി കെട്ടവനാണ്. ആ നന്ദി കെട്ടവനെ അപ്പൊ പൂർത്തിയാവില്ല. ഇത് മലയാളത്തിലുള്ള പ്രയാസമാണ്. ആ കുതിരയെ ഉപമിച്ച് നമ്മളെ മനുഷ്യൻ അതിനേക്കാൾ നന്ദി കെട്ടവനാണ് എന്ന് പറയാൻ. സഹോദരന്മാരെ, ഇത് എന്നെ കുറിച്ചാണോ, നിങ്ങളെ കുറിച്ചാണോ, നമ്മളെ കുറിച്ചാണോ? അല്ലായിക്കെട്ടതാണ്. എന്നിട്ട് അള്ളാഹ് റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്. ഈ അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ നന്ദി കെട്ടവരാകാതിരിക്കാൻ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജവാരി അദതിക. അല്ലാഹുവേ, ഈ പ്രാർത്ഥന ഇന്ന് ഈ പള്ളിയിൽ പഠിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അറിയാത്തവരുണ്ടെങ്കിൽ അല്ലാഹുവേ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് അഭയം തരുകയാണ്. ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തരുകയാണ്. മിൻ ജവാരി നിഅമതിക, അറിയാത്തവരുണ്ടാവില്ല അല്ലെ? മിൻ ജവാരി നിഅമതിക, നീ എനിക്ക് തന്ന നിഅമത്തുകൾ നീങ്ങിപ്പോകുന്നതിൽ നിന്നും ഞാനിത് അല്ലാഹുവിനെ അഭയം തരുകയാണ്. അല്ലാഹു ഇനി അഊദു ബിക മിൻ ജവാരി നിഅമതിക, നിന്റെ അനുഗ്രഹം നീങ്ങിപ്പോകുന്നതിൽ വതഹവ്വി ആഫിയതിക വബുദിഅതി നിഅമതിക വജരിഹ തഖ്തിക. അതിൽ ഒന്നാമത്തെ ഭാഗം അല്ലാഹുവേ ഇനി അഊദു ബിക മിൻ ജവാരി നിഅമതിക. കാണാൻ, നോക്കാൻ, ചാടാൻ, ഓടാൻ, ചിരിക്കാൻ, കരയാൻ, കിടക്കാൻ, തിന്നാൻ, കുടിക്കാൻ, മലമൂത്ര വിസർജനം ചെയ്യാൻ, ഓടാൻ, ഇരിക്കാൻ, എല്ലാത്തിനും ഇതൊക്കെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നേ ഇത് നീക്കരുത്. കൈ വാദത്തിൽപ്പെട്ട് പോകാം, ഒരു അപകടം പറ്റാൻ മതി അല്ലേ? കാല് നെഗമെന്റ് പൊട്ടിയാൽ മതി. എത്ര ഓപ്പറേഷൻ എത്രയില്ല അല്ലേ? നാലിച്ചോട്ടെ. അല്ലാഹുവേ, നീ തന്ന അനുഗ്രഹം നീക്കല്ലേ. രണ്ടാമതായി നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹു പഠിപ്പിച്ച വിഷയമാണ്. അള്ളാഹു സഹോദരന്മാരെ, എന്നോട് നിങ്ങൾ ചോദിക്കാൻ, ആരാണ് നിങ്ങൾക്ക് ഇത് ഒക്കെ കൊണ്ടുവന്നവനാരാണ്? ഈ ഉറവകൾ നിങ്ങൾക്ക് എത്തിച്ചവരാരാണ്?
നിങ്ങൾക്ക് അനുഗ്രഹം തന്നതാരാണ്, കണ്ടെന്നതാരാണ്, നിങ്ങളുടെ നാട്ടിലുള്ളതാരാണ്, ചെയ്യുന്നതാരാണ് എന്നിട്ട് അല്ലാഹു പറയാൻ അന്ന് പറയാൻ നല്ല സൃഷ്ടിപ്പിലെ എന്റെ കാലത്ത് രസാൽ നമ്മളൊക്കെ കണ്ണാടി നോക്കുന്നു. എന്റെ മൂക്കും എന്റെ നാക്കും എന്റെ കാലും എന്റെ കണ്ണും എന്റെ ശരീരവും എന്റെ അവയവും ഞാൻ വികലാംഗനല്ല. ഇത്രമാത്രം അനുഗ്രഹീതനായ ഇത്ര നല്ല സൃഷ്ടിപ്പുള്ള അല്ല എത്ര അനുഗ്രഹീതനാണ് എങ്കിൽ നമ്മൾ എത്ര ബുദ്ധി പറയണം അല്ലേ? മുഷ്ടി ചുരുട്ടിയൊന്നും കാര്യമില്ല. ആ ചുരുട്ടിയ മുഷ്ടി നീക്കം ചെയ്തതിന് മുന്നേ നമ്മുടെ ശരീരം നശിക്കാം. അതാണ് ഉരുൾപൊട്ടൽ നമുക്ക് തെളിവാക്കുന്നത്. ഇന്ന് സ്ഥലമൊന്നുമില്ല. 2000 കാലഘട്ടം അല്ലേ, സുനാമി ഉണ്ടായി, നമുക്ക് ഓർമ്മയുണ്ടാവും. അന്നൊരു പത്രത്തിൽ ഒരു ഫീച്ചർ ഉണ്ട്, അത് ഓർമ്മിക്കുന്നുണ്ടാവും. അത്യാവശ്യം പ്രായമുള്ളവരൊക്കെ 2000 കാലഘട്ടത്തിൽ വന്ന സുനാമി. അന്ന് ഒരു പെണ്ണ് തന്റെ കുട്ടിയെ, ഒരു ഉമ്മ ഒരു വയസ്സുള്ള കുട്ടിയോട് കാണിക്കുന്ന സ്നേഹത്തിലായിരിക്കും അല്ലേ? നിലത്ത് വെച്ച കുറുമ്പരിക്കും, തലയിൽ വെച്ച പേരരിക്കും, ഈ രൂപത്തിലെ കൊണ്ടുവന്നു. ആ കുട്ടിയെ ഉമ്മ വെളിച്ചെറിയാണ്, അതിന്റെ മാതാവ് വെളിച്ചെറിയാണ് തോട്. കാരണം അറിയോ, ഈ കുട്ടിയെ തട്ടിയിട്ട് ആ മാതാവിന് ഓടാൻ പറ്റില്ല. ഇത് പത്രത്തിലൊന്നാകൂടെ മാതാവിന് ഓടാൻ പറ്റുന്നില്ല. അവസാനം തിരയൊക്കെ അടങ്ങി കടലിലേക്ക് പോയി. ആ മാതാവ് അങ്ങനെ കഴിയാൻ എന്റെ കുട്ടിനെ കാണുന്നില്ല. അപ്പൊ ചോദിച്ചു പറഞ്ഞു, ഞാൻ ആ ബേജാറിൽ എന്താ ചെയ്തിരിക്കാനില്ല. ആ പെണ്ണിന്റെ അഭിമുഖം ഒരു പത്രത്തിൽ കോളത്തിൽ വന്നതായി. സഹോദരിമാരെ പറയുള്ളൂ, ഇത് ഖുർആൻ പരലോകത്തെ കുറിച്ച് പറയുന്നതാണ്. ഒരു മനുഷ്യൻ ലോകാവസാനത്തെ കാര്യം കാണുമ്പോ അവൻ ഉപ്പാനമേ ചെയ്യൂല, ഉമ്മാനമേ ചെയ്യൂല, മക്കളുണ്ടാവൂല, ഭാര്യനമേ ചെയ്യൂല, ആരുമേ അവൻ എന്ന് പറഞ്ഞുകൊള്ളുന്നതാണ്. ഇത് പരലോകത്തേക്ക് പോകണ്ടാണ് അല്ലേ? എത്ര ജനം ഉരുൾപൊട്ടലിൽ ഒഴുകിയെത്തി. നമ്മുടെ വീട് ഉരുൾപൊട്ടലിൽ കൊടുക്കുന്ന ഉറപ്പില്ല. അതിനാൽ നമുക്കുള്ളത് റബ്ബിലേക്കുള്ള മടക്കമാണ്. റബ്ബേ നീ പിടികൂടല് അല്ലാഹുവായി الحمد لله وصلى الله على خاتم الانبياء والمرسلين وعلى اله وصحبه اجمعين وعلى من تبعهم الى الدين. اما بعد يا ايها الاخوان والاخوات اتقوا الله عباد الله اوصيكم ثانيا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹു നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടു കൂടി അമലുകളെ ക്രമീകരിക്കണേ ഒന്നുകൂടി ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. സഹോദരന്മാരെ സഹോദരിമാരെ, ഇന്ന് നമ്മുടെ കേരളത്തിൽ മിക്ക പള്ളികളിലും എല്ലാ പള്ളികളിലും എന്ന് വേണമെങ്കിൽ പറയാം, എല്ലാവരും സംഘടനകൾ മറന്ന് എല്ലാവരും ഇന്ന് വളരെ നല്ല കളക്ഷൻ നടത്തുന്ന ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച എന്നുള്ളതാണ്. അതിന്റെ കാര്യഗൗരവങ്ങൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നേക്കാൾ ബോധവാന്മാരാണ് ആ വിഷയത്തിൽ നിങ്ങളെല്ലാവരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചോർവലിക്കുന്ന വീടുകൾ മാറ്റി ചോർവലിക്കാത്ത വീടുകൾ കിട്ടാൻ, വീടുകൾ നഷ്ടപ്പെട്ടവർ, കുടി നഷ്ടപ്പെട്ടവർ, വാഹനം നഷ്ടപ്പെട്ടവർ, വസ്ത്രം നഷ്ടപ്പെട്ടവർ, ഈ ഭൂമി ലോകത്ത് ഇനി ഞാൻ മാത്രമേ എനിക്കുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു പറ്റം പാവപ്പെട്ട മനുഷ്യന്മാർ, അവർ പണക്കാരായിരിക്കാം, സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ചവരായിരിക്കാം, പക്ഷേ ഇപ്പൊ അവർ പാവപ്പെട്ടവരാണ്. അപ്പൊ അത് വലിയൊരു മറ്റൊരു ഗുണപാഠം കൂടിയാണ് നമുക്ക്. എത്ര വലിയ സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ചവരും ഒരു നിമിഷം കൊണ്ട് അവൻ മറ്റുള്ളവരുടെ മുന്നിൽ കൈകൾ നീട്ടേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് ഏറ്റവും വലിയ ഗുണപാഠമായി നമ്മൾ കാണണം. അതുകൊണ്ട് അത്തരം ദുരിതാവസ്ഥയിൽ നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, നല്ല ഒരു കലക്ഷൻ നമ്മൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നാം എന്നും ചെലവഴിക്കേണ്ടവരാണ്, വളരെ ധാരാളമുള്ളവരാണ് നമ്മളൊക്കെ. എങ്കിലും നമ്മുടെ കഴിവിന്റെ പരമാവധി മനസ്സറിഞ്ഞ്, ആരും കാണാനോ ആരെയും കാണിക്കാനോ ബോധിപ്പിക്കാനൊന്നല്ല, മനസ്സറിഞ്ഞുകൊണ്ട് പടച്ചോനെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, പതിര് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പരമാവധി നമ്മുടെ ഈ വിഷയത്തിൽ എവിടെയെങ്കിലുമായി നമ്മൾ നന്നായി കൊടുക്കണം. ഇന്ന് നമ്മുടെ ഈ ജുമാക്ക് ശേഷം നമ്മുടെ ഈ പള്ളിയിലും ആ കലക്ഷൻ നടക്കുന്നുണ്ട്. എല്ലാവരും ആ രൂപത്തിൽ സഹായം നടത്തണം. നമ്മുടെ കണ്ണിൽ ചോർവലിക്കുന്ന വീടുകളുണ്ട് എന്ന് അറിഞ്ഞാൽ നമ്മെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യണം. അതിന് വലാശിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ പ്രേരണ കൊടുക്കുന്ന ഒരു മനസ്സിൽ നമുക്കുണ്ടാവണം. ഒരു അങ്ങനെ ചോർവലിക്കുന്ന വീടാൻ ഒരു ഷീറ്റിങ്ങിന് വിട്ടുകൊടുക്കുന്ന ഒരു മനസ്ഥിതിയിലേക്ക് നമ്മൾ മാറണം. മഴയാണ്, പ്രയാസമാണ്, കുട്ടികളുടെ വേഗം പോയിട്ടുണ്ടാവും.
നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ബുക്ക് നശിച്ചിട്ടുണ്ടാവും, ആ രൂപത്തിൽ കുട്ടികൾ സ്കൂളിൽ പോകാൻ പ്രയാസമുണ്ടാവും, വസ്ത്രങ്ങൾ ഉണ്ടാവില്ല, വീട് ചോർവലിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ ഈ മഴക്കാലത്ത് അതേപോലെ രോഗം വന്നിട്ടുണ്ടാവും, ചികിത്സിക്കാൻ പോകാനുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മുടെ ഒരു കൈ സഹായം ഉണ്ടാവണം എന്ന് സാന്ദർഭികമായി ഓർമ്മിക്കുകയാണ്. നമ്മളാരും മതിമറന്ന് ജീവിക്കാൻ ഒരു അർഹതയില്ല എന്ന് നമുക്ക് ഈ മഴയും മറ്റുമൊക്കെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഈ നാട്ടിലുണ്ടാകുന്ന കാലാവസ്ഥയിൽ ഒന്നുകൂടി ഓർമ്മിക്കാൻ പ്രാർത്ഥന നിർബന്ധമായി ഉണ്ടാവണം. ഒന്ന് കാറ്റ് വരുമ്പോഴുള്ള പ്രാർത്ഥന ഉണ്ടാവുക, അതേപോലെ തന്നെ ഇടിമിന്നലുണ്ടാകുമ്പോഴുള്ള പ്രാർത്ഥന, മഴയുണ്ടാകുമ്പോഴുള്ള പ്രാർത്ഥന, മഴ അധികമാകുമ്പോഴുള്ള പ്രാർത്ഥന, മഴ ലഭിക്കുവാനുള്ള പ്രാർത്ഥന നമുക്കറിയാം. അതിന് കാര്യമായി കാറ്റുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ആ പ്രാർത്ഥന സൂചിപ്പിച്ചത്. നേരത്തെ പറഞ്ഞ اللهم أعوذ بك من زوال نعمتك وتحول عافيتك وفجأة نقمتك لجميع سخطك എന്ന പ്രാർത്ഥന. 4 കാര്യമാണ്. ഒന്ന്, اللهم أعوذ بك, അല്ലാഹുവേ ഞാൻ അഭയം തേടുന്നു. എന്തൊക്കെ കാര്യമാണ്? من زوال نعمتك, നിന്റെ അനുഗ്രഹം നീങ്ങിപ്പോകുന്നത്. وتحول عافيتك, ആരോഗ്യം, അല്ലേ? ആരോഗ്യത്തിന്റെ ഘടകമാണല്ലോ ആരോഗ്യം നീങ്ങിപ്പോകുന്നത്. وفجأة نقمتك, അതേപോലെ തന്നെ അല്ലാഹുവിന്റെ ശിക്ഷ, പെട്ടെന്നുള്ള ശിക്ഷ, അല്ലെ? ഈ വെള്ളപ്പൊക്കവും മഴയും കാറ്റും ഉരുൾപൊട്ടലും ശിക്ഷയാണോ അറിയില്ല, പരീക്ഷണമാണോ അറിയില്ല, എന്താ നമുക്ക് അറിയാൻ പറ്റൂല. നമ്മൾ രണ്ടായിരം പോകണ്ട, നമ്മൾക്കാർക്കും വഴിയൊന്നുമില്ല, നമ്മളാൽ അജ്ഞാനമാണെന്നല്ല. പക്ഷെ അതാണ് പരീക്ഷണമാണ് നമ്മൾ മനസ്സിലാക്കുക, നമുക്കുള്ള പരീക്ഷണമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവുക. അല്ലാഹുവെ എല്ലാവരുടെ ശിക്ഷയിലും കോപത്തിൽ നിന്നും ആകസ്മികമായ അപകടത്തിൽ നിന്നും ഒക്കെ ഞാനിത് അഭയം തേടുന്നു എന്നതാണ്. അതിൽ അല്ലാഹുമ്മ അഊദു ബിക മിൻ സവാലി നിഅമതിക, ഈ പ്രാർത്ഥന മറക്കരുത്, പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മിക്കണം. 2 കാര്യങ്ങൾ കൂടി ഓർമ്മിക്കാനുള്ളത്. ഒന്ന്, ജുമ നടക്കുമ്പോൾ പള്ളിയിൽ കയറി വരുന്നവർ സലാം പറയേണ്ടതില്ല. സലാം പറയുന്ന മര്യാദ എപ്പോഴാണെന്നറിയോ? ഒരു സദസ്സിലേക്കായി പോകുമ്പോഴാണ്. സദസ്സിലേക്കായി പോകുന്നതോടെ സലാം പറയും പറഞ്ഞേ കയറാൻ പാടുള്ളൂ, കേട്ടവരെന്ന് വേണം വഴക്കണം. പക്ഷെ ജുമഴക്ക് വരുമ്പോൾ വേണ്ട, ആരും സലാം പറയേണ്ട ആവശ്യമില്ല. കാരണം ജുമഴക്ക് ഹത്തീബ് മിമ്പറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മിണ്ടാൻ അവകാശം ആയിട്ടുള്ളൂ ഹത്തീബിനെ ഉള്ളൂ. അത് ഹത്തീബിന്റെ അവകാശമാണ്. പലപ്പോഴും പറയാറുണ്ട്, പിന്നെ ഹത്തീബിന്റെ അവകാശം ഹത്തീബിനെ വിട്ടുകൊടുക്കാന്നാണ്. കാരണം അവസാനം വരണം അവകാശം ഹത്തീബിനെ ഉള്ളൂ, അത് നിങ്ങൾക്കില്ല, കേട്ടല്ലോ. അതുകൊണ്ട് തന്നെ വൈകി വരുന്നവർ ജുമഴക്ക് വരുമ്പോൾ കൈ കൊടുക്കുക, സലാം പറയാൻ, ലോക്യം പറയാൻ, അന്വേഷണം നടത്തുക, ഇതൊക്കെ ജുമഴക്ക് ശേഷമേ ആവശ്യമുള്ളൂ എന്ന് ശ്രദ്ധിക്കണം. കുട്ടികളും ശ്രദ്ധിക്കണം, സംസാരിക്കാൻ പാടില്ല. അതുപോലെ ആരോഗ്യപരമായി പ്രശ്നമില്ലാത്തവർക്ക് എന്ത് ചെയ്യാം? ചുമരി സപ്പോർട്ട് ഏറ്റെടുക്കുക. ആരോഗ്യപരമായി പ്രശ്നമില്ലാത്തവർക്ക് എന്ത് ചെയ്യണം അറിയോ? നേരെ വന്ന് സ്വീകരിക്കാൻ ശ്രദ്ധയുണ്ടാവണം. പിന്നെ സ്വഭാവത്തിലിരിക്കുന്നവർ മനസ്സിലുള്ള ദുരണ്ടാവും, വലതു ഭാഗത്തിലിരിക്കുന്നവർ മറക്കേണ്ട ദുരണ്ടാവും, ഇടതു ഭാഗത്തിരിക്കുന്നവർക്ക് ശേഷം മനസ്സിലുള്ള ദുരണ്ടാവും. ഒരു സഹാരി വെച്ച് ഞാൻ 2ാമത്തെ ഒപ്പിലായിരുന്നു, അപ്പൊ എനിക്ക് ദുരാവിൽ കൂലി കഴിച്ചു, വീണ്ടും പറഞ്ഞു വലതിരുന്നവർക്ക് ദുരണ്ടാവും. അപ്പോഴും സഹാരി ചോദിച്ചു ഞാൻ 2ാമത്തെ ഒപ്പിലേക്ക് ദുരണ്ടാവില്ല, അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മള് പിന്നെ പരമാവധി ആരോഗ്യ പ്രശ്നം ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം? സുഖിലേക്ക് ഇരിക്കണം. ആരോഗ്യ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ളവർ മാത്രം സപ്പോർട്ടായി കണ്ടെത്താനുള്ള ഇസ്ലാമികളൊന്നും കേട്ടോ. ഞാൻ പണ്ഡിതരല്ല, ഞങ്ങൾ പണ്ട് ആലോചിച്ചു. ഏതായാലും സൊപ്പ് ചെയ്യുന്ന വിഷയത്തിൽ ജുമഴക്ക് മറ്റു പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തിയിരുന്നോ? ജുമഴക്ക് വന്നാൽ സൊപ്പ് അത് ബാധ്യതയാണ്, നിർബന്ധമാണ്, ജുമയുടെ ഭാഗമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം വരുന്നവർ ആദ്യം വയ്ക്കുക, പിന്നെ വരുന്നവർ പിന്നെ ഇരിക്കുക. ഒരു മര്യാദ നമ്മൾ കാണിക്കാൻ ശ്രദ്ധിക്കാൻ ഓർമ്മിക്കാണ്. അതുപോലെ പള്ളിയിൽ ഇരിക്കുകയാണെങ്കിൽ 2 ഇരിക്കാൻ പാടുള്ളൂ. അത് ഭാഗം കഴിയാൻ കാത്തുക്കേണ്ട ആവശ്യമില്ല. ആയാലും ഭാഗം കേൾക്കാൻ കാത്തുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സമയം കഴിഞ്ഞ പുതുമോർത്തേക്കാണ് ചില കാര്യങ്ങൾ കണ്ടപ്പോൾ സാധാരണമായി കണ്ടു പറയാം. അപ്പോ പള്ളിയിൽ കയറിയാൽ ഒന്നുണ്ടാക്കി കയറിയാൽ ഇരിക്കുകയാണെങ്കിൽ 2 ഇരിക്കേണ്ട ഇരിക്കാറുള്ളൂ. അപ്പൊ ഇരിക്കുകയാണെങ്കിൽ 2 ഇരിക്കണം. ആ ഒരു മര്യാദ നമ്മൾ കാണിക്കണം, നോക്കിക്കണം. പിന്നെ കാര്യം കൂട്ടുപ്രാർത്ഥനയില്ലാന്നുള്ളൂ, പ്രാർത്ഥനയില്ലാന്ന് ആരും പറഞ്ഞിട്ടില്ല. കാര്യം ദുഹയുണ്ട്, ശേഖുത്തൈകത്തിന്റെ ഭാഗത്ത് പറന്നാണെന്നാണ്. കാര്യം പ്രദേശമുള്ള ദുഹ പറന്നാണെന്നാണ് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു. പറന്നെയാണ് ദുഹ സ്വീകരിക്കുന്ന വളരെ അഫ്സലായ സമയമാണ്. പറഞ്ഞ ദുഹ കൂടി ഓർപ്പിക്കണം. ആ രൂപത്തിലുള്ള മര്യാദയും മറ്റുമൊക്കെ നമ്മൾ പരസ്പരം പുലർത്തണം. എല്ലാവരും ആ രൂപത്തിൽ ഗുണകാംക്ഷ മുന്നോട്ട് പോകണം. ഒന്നുകൂടി പറയും, നമ്മുടെ കലക്ഷൻ എല്ലാവരും നല്ല രൂപത്തിൽ ചെയ്യണം. ആത്മാർത്ഥമായി കലക്ഷൻ ഏർപ്പെടണം. പരസ്പരം ദുഹ ചെയ്യുക, ദുഹ കൊണ്ട് മധ്യസ്ഥിക ആ രൂപത്തിൽ നമ്മുടെ അപകടങ്ങളെ കണ്ടറിഞ്ഞ് മുൻകൂട്ടി അറിഞ്ഞ് മുൻകരുതൽ നാം സ്വയം എടുക്കുക. മറ്റുള്ളവരോട് അതിനുവേണ്ടി ആവശ്യപ്പെടുക. പ്രാർത്ഥന രൂപത്തിൽ ഈമാനും തഖ്വയും തൗഫീഖും നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. അർഹമുർ റഹീമായ അല്ലാഹുവേ, മുസ്ലിമായി ജീവിക്കുവാൻ, മുസ്ലിമായി മരിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകണമേ.
റഹ്മാനെ എല്ലാം കാണുന്ന റഹ്മുറഹിമേ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് മരിക്കുന്നവരിൽ ഞങ്ങളെ എല്ലാവരും ഉൾപ്പെടുത്തണം അല്ലാഹ്. അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് മരിക്കുവാൻ തൗഫീഖും ഈമാനും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. എല്ലാം കാണുന്ന റഹ്മുറഹിമേ അല്ലാഹുവേ ഈ പള്ളിക്ക് വേണ്ടി സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പ്രവർത്തിക്കുന്നവർ അല്ലാഹുവേ അവർക്ക് നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഈ പള്ളിക്ക് വേണ്ടി തുടക്കം കുറിച്ചവരും പ്രവർത്തിക്കുന്നവരും അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് ഈ പകരമായി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ അവസാനം വരെ ആരോഗ്യത്തോടു കൂടി അല്ലാഹ്. അല്ലാഹുവേ മരണം വരെ ഞങ്ങളുടെ ഇതിനേക്കാൾ നല്ല ആരോഗ്യം ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ അല്ലാഹ്. പല ആശ്രയമില്ലാതെ ജീവിക്കുവാൻ നോക്കിയൊക്കെ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. എല്ലാം നൽകുന്ന വഹാബായ അർഹമുറഹിമായ അല്ലാഹുവേ കൃത്യമായി ആരോഗ്യത്തിൽ നന്ദി പറയുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവരുടെ കടകൾ നീ വീട്ടി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ മനസ്സിൽ നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ സ്വാലിഹായ മക്കളെ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ തെറ്റുകൾ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നീ ഇഷ്ടപ്പെട്ടവരുടെ മാത്രമായി നീ ചിരിക്കുമ്പോൾ ആ ചിരി കാണുന്നവർ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ നീ സ്നേഹിക്കുന്നവരുടെ മാത്രമായി നീ സംസാരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ നീ സ്നേഹിക്കുന്നവരുടെ മാത്രമായി നീ സംസാരിക്കുമ്പോൾ നിന്റെ സംസാരം കാണുവാനും അനുഭവിക്കുവാനുമുള്ള ഈമാൻ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവിന്റെ കോപത്തിൽ ഞങ്ങളെ നീ അകറ്റണേ അല്ലാഹ്. നിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. നിന്റെ സ്നേഹം ഞങ്ങൾ നീ ചൊരിയണേ അല്ലാഹ്. നിന്റെ അനുഗ്രഹം ഞങ്ങൾ നീ ചൊരിയണേ അല്ലാഹ്. നിന്റെ ശിക്ഷയിൽ ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ അനാഥയിൽ ഞങ്ങൾ നീ അകറ്റണേ അല്ലാഹ്. നിന്റെ പരീക്ഷണത്തിൽ ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ രോഗമില്ലാത്ത നല്ല ജീവിതം ഞങ്ങൾ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ ജുമുഅ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ നിസ്കാരം ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സദഖ നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഖുബിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് الأحياء والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر على إخواننا فلسطين اللهم انصر على إخواننا كشمير اللهم انصر على إخواننا مسلمين اللهم انصر على إخواننا مسلمين اللهم ارحمنا يا أرحم الراحمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين وعلى من اتبع الهدى. الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة الله أكبر الله أكبر لا إله إلا الله. വീടവില്ലാതിരിക്കാൻ ശ്രദ്ധിക്കാം. അടുത്തുള്ളവരുടെ കാലം നമ്മുടെ കാലം അടുപ്പിച്ച് വെക്കാൻ ശ്രദ്ധിക്കാം. വളവില്ലാതിരിക്കാൻ ശ്രദ്ധിക്കാം.